ഗുജറാത്തിൽ വൻ ലഹരി വേട്ട. വിദേശത്ത് നിന്ന് എത്തിച്ച 3 കോടിയുടെ ലഹരി മരുന്നാണ് അഹമ്മദാബാദ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. US, കാനഡ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നെത്തിച്ച MDMA, കഞ്ചാവ് എന്നിവയാണ് പിടികൂടിയത്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, അഹമ്മദാബാദിലെ കോടിക്കണക്കിന് വരുന്ന ലഹരി വേട്ട, അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്? അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ലഹരി മരുന്ന് ഓർഡർ ചെയ്തെത്തിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് പുതിയ തരത്തിൽ ലഹരി സംഘടിപ്പിക്കാനുള്ള ഒരു വഴി ആളുകൾ കണ്ടെത്തുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. വിദേശത്ത് നിന്ന് ഡാർക്ക് വെബ് വഴി ഓർഡർ ചെയ്യുകയും കളിപ്പാട്ടമെന്ന വ്യാജേനയാണ് ഈ ലഹരി മരുന്ന് ഇങ്ങോട്ട് എത്തിച്ചത്. ഈ സംഭവത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഏതാണ്ട് 100 പാക്കറ്റുകളിലായി കളിപ്പാട്ടങ്ങൾ എത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സംശയം തോന്നിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അത് തടഞ്ഞു വെച്ച് പരിശോധന നടത്തിയപ്പോഴായിരുന്നു ഈ കളിപ്പാട്ടങ്ങൾക്കുള്ളിലുള്ളത് ലഹരി മരുന്നാണ് എന്ന് കണ്ടെത്തിയത്. വിദേശ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത്തരത്തിൽ ഓർഡർ ചെയ്ത് എത്തിക്കുന്നത്. സാധാരണ വലിയ പരിശോധനകൾ ഇല്ലാതെ കടന്നു പോകാൻ പലപ്പോഴും കഴിയാറുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യം ഇത്തരം സാധ്യത ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നു. പക്ഷേ ഇത്തവണ ഏതായാലും പിടിക്കപ്പെട്ടു. 3.5 കോടിയിൽ അധികം രൂപയുടെ ലഹരി മരുന്നാണ്. അതിൽ കഞ്ചാവുണ്ട്, സിന്തറ്റിക് ലഹരി മരുന്നുകളായ പല MDMA അടക്കമുള്ള പലതും ഇതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് ഓർഡർ ചെയ്ത ആളുകൾ, അയച്ച ആളുകൾ, ഇവരെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. തൽക്കാലം ഈ ലഹരി മരുന്നുകൾ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. GK. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.